സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുകയാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. പലയിടത്തും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ആദ്യം കൊല്ലം ശാസ്താംകോട്ടയിൽ കട ഇടിഞ്ഞ് ഭൂമിയിലേക്ക് താണുപോയി എന്ന ദൃശ്യത്തിലേക്ക് വാർത്തയിലേക്കാണ്. പള്ളിക്കശ്ശേരി ശ്രീമംഗലത്ത് കൃഷ്ണൻകുട്ടിയുടെ കടയാണ് ഇടിഞ്ഞ് താണുപോയത്. 23 വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റിൽ നിർമ്മിച്ച കടയാണ് തകർന്നത്. കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഇവിടെ ഒഴിവായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കടയാകെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കടയാകെ ഇടിഞ്ഞ് താഴ്ന്നു പോവുകയായിരുന്നു. ഡൈനിങ്ങും മറ്റൊരു കടയിൽ ഫർണിച്ചറിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നതാണ്. അത് രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ മഴ 2-3 ദിവസം കൊണ്ട് തോരാകുന്ന മഴയിൽ വെള്ളം ഒരു സൈഡിലോട്ട് നനവൊക്കെ വന്ന് രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ പൊട്ടലുണ്ടായിരുന്നു ഭിത്തിക്ക്. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മണ്ണ് കല്ല് പൊഴിഞ്ഞ് വീഴുന്ന കണ്ടതും. കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നുള്ള ദൃശ്യമാണ്, പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കട ഇടിഞ്ഞ് ഭൂമിയിലേക്ക് താണു പോവുകയായിരുന്നു. പള്ളിക്കശ്ശേരി ശ്രീമംഗലത്ത് കൃഷ്ണൻകുട്ടിയുടെ കടകളാണ് ഇടിഞ്ഞു താണു പോയത്. 23 വർഷങ്ങൾ, അങ്ങനെ വലിയ പഴക്കമെന്ന ഒരു കോൺക്രീറ്റ് കെട്ടിടമെന്ന നിലയിൽ വലിയ പഴക്കമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 23 വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റിൽ നിർമ്മിച്ച കടകളാണ് തകർന്നു പോയത്. കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാലാണ് അവിടെ വലിയ ദുരന്തം ഒഴിവായത്. കൊല്ലത്ത് തന്നെ പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പത്തനാപുരം അലിമുക്കിൽ ലോറിക്ക് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണ ഒരു സംഭവം കൂടിയുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഈ മരം കടപുഴകി വീണത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകർന്ന സ്ഥിതിയാണ്. അലിമുക്ക് ജംഗ്ഷനിൽ സിമന്റ് ഇറക്കുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ലോറി. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. കണ്ണൻ നായരാണ് കൊല്ലത്തെ സമഗ്ര വിവരങ്ങളുമായി നമുക്ക് ഒപ്പം ചേരുന്നത്. ഈ കാണുന്നത് അലിമുക്കിൽ നിന്നുള്ള ദൃശ്യമാണ്. കൊല്ലം ശാസ്താംകോട്ടയിലാണ് കട ഇടിഞ്ഞ് താണു പോയത്. കണ്ണൻ, ഈ ശാസ്താംകോട്ടയിൽ കടയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. ഇതെങ്ങനെ ഭൂമിക്കടിയിലേക്ക് താണുപോയി? ഈ കെട്ടിടം ആകപ്പാടെ ഇരുന്ന് പോവുകയായിരുന്നോ? ഇത് മണ്ണാകെ താഴ്ന്നു പോവുകയായിരുന്നോ? ഇത് എപ്പോഴായിരുന്നു സംഭവം? പൂർണ്ണമായും മണ്ണ് താഴേക്ക് പോവുകയായിരുന്നു. കെട്ടിടം താഴേക്ക് പതിക്കുകയാണ്, ഭൂമിയിലേക്ക് താഴേക്ക് പതിക്കുന്നൊരവസ്ഥയാണ്. വലിയ ശബ്ദത്തോടു കൂടിയാണ് താഴേക്ക് പതിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അവിടെ 2 സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചത്. സമീപത്തൊരു തടിമില്ലുണ്ട്. തടിമില്ലിൽ നിന്ന് അത് അറുത്ത് മാറ്റിവെക്കുന്ന തടികൾ സൂക്ഷിക്കുന്ന ഒരു കടയും സമീപത്ത് തന്നെ ഇസ്തിരി ഇടുന്ന ഒരു കടയുമാണ് ഉണ്ടായിരുന്നത്. ഇസ്തിരി ഇടുന്ന കടയുടെ ഒരു ഭിത്തിയുടെ ഭാഗം വിണ്ടു കീറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടയുടമ കൃഷ്ണൻകുട്ടി ആ കടകൾ തുറക്കരുത് എന്ന് നിർദ്ദേശം നൽകി. അതിന് പിന്നാലെയാണ് ഈ കട പൂർണ്ണമായും താഴേക്ക് ഭൂമിക്കടിയിലേക്ക് വീണത്. ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ 1.5 അടി ഉയരം മാത്രമാണ് ഇപ്പോൾ ഭൂമിക്ക് മുകളിലുള്ളത്. ബാക്കി എല്ലാ ഭാഗവും ഭൂമിക്ക് അടിയിലേക്ക് വീണിരിക്കുകയാണ്. 23 വർഷം മാത്രം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അതായത് വലിയ കാലപ്പഴക്കമൊന്നും ഇല്ലാത്ത കെട്ടിടമാണ്. ആ കെട്ടിടം പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നു, ഭൂമിക്കടിയിലേക്ക് പതിച്ചിരിക്കുന്നു. നേരത്തെയും ശാസ്താംകോട്ടയ്ക്ക് സമീപത്തൊരു സ്ഥലത്ത് കഴിഞ്ഞ മഴക്കാലത്ത് സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് 2 നില കെട്ടിടമാണ് തകർന്ന് താഴേക്ക് പതിച്ചത്, ഭൂമിക്കടിയിലേക്ക് പതിച്ചത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ ശാസ്താംകോട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം അലിമുക്കിലാണ്. ഇത് അപകടകരമായി നിൽക്കുകയാണ് എന്ന് നേരത്തെ മനസ്സിലായിരുന്നോ? ഇതിന്റെ ഉടമയ്ക്ക് ഉൾപ്പെടെ മനസ്സിലായിരുന്നോ? അതോ അപ്രതീക്ഷിതമായി ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നോ? ഭൂമിയിലേക്ക് ഇരുന്ന് പോവുകയായിരുന്നോ? ഇത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇന്ന് രാവിലെ ആ ഭിത്തിയിലൊരു വിള്ളൽ ഉണ്ടായിരുന്നു. വിള്ളൽ ഉണ്ടായ സമയത്ത് അത് എന്തെങ്കിലും അപകടം ഉണ്ടാകണ്ട എന്ന് കരുത് കടയുടമ കൃഷ്ണൻകുട്ടി ആ സ്ഥലത്തുണ്ടായിരുന്ന ഈ ഇസ്തിരി കടയുടെ ഉടമയെ വിളിച്ചിട്ട് പറഞ്ഞു, കട തുറക്കേണ്ടതില്ല, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ്, ആ വിള്ളൽ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് വലിയ ശബ്ദത്തോടു കൂടി ഈ കെട്ടിടം പൂർണ്ണമായും താഴേക്ക് പതിക്കുന്നത്, ഭൂമിക്കടിയിലേക്ക് പതിക്കുന്നത്. സാധാരണ ഈ കെട്ടിടങ്ങൾ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ തകർന്ന സൈഡിലേക്ക് ഭിത്തി തകരിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഭിത്തി തകരിയോ മറ്റു കാര്യങ്ങളൊന്നും തന്നെയല്ല, ഭൂമിക്കടിയിലേക്ക് പൂർണ്ണമായും ആ കെട്ടിടം തകർന്നു വീഴുന്ന പതിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. 1.5 അടി ഭാഗം മാത്രമാണ് മുകളിലേക്ക് ഇരിക്കുന്നത്. ആ കോൺക്രീറ്റിൻ്റെ ഭാഗം മാത്രം, അതായത് മുകൾ ഭാഗത്തെ കോൺക്രീറ്റിൻ്റെ ഭാഗം മാത്രമാണ് അവിടെ ഭൂമിക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് റവന്യൂ അടക്കമുള്ള ആൾക്കാർ പരിശോധന നടത്തുന്നുണ്ട്. മറ്റൊരു ദൃശ്യം, അത് കൊല്ലം പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പത്തനാപുരം അലിമുക്കിൽ ലോറിക്ക് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണതാണ്. ശക്തമായ കാറ്റും മഴയും തുടരുകയായിരുന്നല്ലോ. ഈ ലോറിയിൽ ആളുണ്ടായിരുന്നോ? ഇത് ഓടിക്കൊണ്ടിരുന്ന ലോറി ആയിരുന്നോ?
ഓടിക്കൊണ്ടിരുന്ന ലോറി ആയിരുന്നില്ല. ആ ജീവനക്കാരൻ, ഡ്രൈവർ അടക്കമുള്ള ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. സിമന്റുമായി അലിമുക്കിലേക്ക് വന്ന ലോറിയായിരുന്നു ഇത്. സിമന്റ് ഇറക്കാൻ വേണ്ടി ലോറി സമീപത്തേക്ക് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു വലിയ സമീപത്തുണ്ടായിരുന്ന വലിയ പടുകൂറ്റൻ ആഞ്ഞിലി മരം ആ ലോറിക്ക് മുകളിലേക്ക് വീണത്. തൊട്ട് സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റുകൾക്കടക്കം, വൈദ്യുതി ലൈനുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ പൊട്ടി വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അപകടമുണ്ടായത്. ആൾ അകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ അപകടം ഉണ്ടാകാതെ, അല്ലെങ്കിൽ ജീവഹാനി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ പോയത്. പത്തനാപുരം മേഖലയിൽ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് പിറവന്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെ മലയോര മേഖലയിലും വനമേഖലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിറവന്തൂർ മേഖലയിൽ കടശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ 7 ഇലക്ട്രിക് പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം വീണത്. ഈ കാടിനോട് ചേർന്ന് ഉള്ള ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്ന് വീണത്. അവിടങ്ങളിലൊക്കെ തന്നെ കാട്ടിൽ നിന്നുള്ള മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടുകയും വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് പത്തനാപുരം, പുനലൂർ, ആര്യങ്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. ശരി, കിഴക്കൻ മേഖലയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. കൊല്ലം തെന്മല പരപ്പാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ആ ദൃശ്യങ്ങൾ കൂടി നേരത്തെ നമ്മൾ കണ്ടതാണ്. 5 സെന്റിമീറ്റർ വീതം 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. ജലനിരപ്പ് കുറഞ്ഞില്ലെങ്കിൽ 80 സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ ഉയർത്തും എന്നതാണ് കണ്ണൻ നൽകുന്ന മറ്റൊരു വിവരം. കൽഡ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള തെന്മലയിലെ അണക്കെട്ടാണ്. ഈ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ കനാൽ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ജാഗ്രത വേണം എന്ന മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്.